വെൽക്കം ബാക്ക് ടു വിദ്യ എഡ്യൂക്കേഷൻ. 6th സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ 2ാം യൂണിറ്റായ നടുകിൽ തിന്നാം എന്ന യൂണിറ്റിൻ്റെ ആമുഖമാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നടുകിൽ തിന്നാം. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന കവിതയിലെ ഒരു ഭാഗമാണിവിടെ ഇൻട്രഡക്ഷന് സോങ്ങായി കൊടുത്തിട്ടുള്ളത്. എന്തെല്ലാം ജോലികൾ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്? കന്നു തെളിച്ചും തൂമ്പ കിളച്ചും കയറു പിരിച്ചും തുണി നെയ്തും. കന്നു തെളിച്ചും തൂമ്പ കിളച്ചും കയറു പിരിച്ചും തുണി നെയ്തും. മണ്ണും സ്വർണവും മോടും ഇരുമ്പും മരവും തോലും പണി ചെയ്തും. മണ്ണും സ്വർണവും മോടും ഇരുമ്പും മരവും തോലും പണി ചെയ്തും. മുറ്റമടിച്ചും കൊയ്തു ചുമന്നൊരു കറ്റ മെതിച്ചരി കുത്തിയിട്ടും. മുറ്റമടിച്ചും കൊയ്തു ചുമന്നൊരു കറ്റ മെതിച്ചരി കുത്തിയിട്ടും. വട്ടി പനമ്പും തൊപ്പി കുടയും കൊട്ടമുറമ്പായിവ നെയ്തും. വട്ടിപ്പനമ്പും തൊപ്പിക്കുടയും കൊട്ടമുറമ്പായിവ നെയ്തും. വിറകു വെട്ടി തോണി തുഴഞ്ഞിട്ടാപ്പും കടിയും വിറ്റിട്ടും. വിറകും വെട്ടി തോണി തുഴഞ്ഞിട്ടാപ്പും കടിയും വിറ്റിട്ടും. മത്തി ചുമന്നും കൽകളുടച്ചും മധ്യപരിഷ്കൃതി ചലനത്തെ. ഇതുതന്നൈശ്വര്യേഷണയെ ശ്രമ ബലവത്താക്കിയ നേതാക്കൾ. ഇതുതന്നൈശ്വര്യേഷണയെ ശ്രമ ബലവത്താക്കിയ നേതാക്കൾ. ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പല വിധത്തിലുള്ള തൊഴിലുകൾ ചെയ്ത് നമ്മൾ നാട്ടിൽ ആളുകൾ ജീവിക്കുന്നത്. നെല്ലുണ്ടാക്കുക, തൂമ്പ കൊണ്ടൊക്കെ കിളച്ച് വയലൊക്കെ ഒരുക്കിയിട്ട് നെല്ലുണ്ടാക്കുന്നുണ്ട്. പിന്നെ കയറ് പിരിക്കുന്നുണ്ട്, തുണി നെയ്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വർണ്ണ വ്യാപാരികൾ പല വിധത്തിലുള്ള പല മോഡലിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജോലികൾ ചെയ്യുന്ന മുറ്റമടിക്കുന്നുണ്ട്. കൊയ്ത് കൊണ്ടുവന്നത് നെല്ല് കൊയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൊയ്ത കറ്റ മെതിച്ചിട്ട് അരിയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ആ ജോലികളെല്ലാം ചെയ്യുകയാണ്. തൊപ്പിക്കുടയും കൊട്ടയും ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. അങ്ങനെ പല വിറക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ മത്തി ചുമക്കുക എന്ന് പറഞ്ഞാൽ മത്സ്യ കച്ചവടം നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ പല വിധത്തിലുള്ള ജോലിയും ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ജീവിച്ച് വരുന്നത് എന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞ ലോകത്തിൽ അക്കിത്തം പറഞ്ഞു വെക്കുന്നത്. പല വിധത്തിലുള്ള ജോലികൾ ചെയ്താണ് നമ്മൾ ഈ ലോകത്ത് ഉപജീവനം കഴിച്ചു പോരുന്നത്. കവിതാഭാഗം കുട്ടികളെല്ലാവരും സംഘമായി ചേർന്ന് നല്ല രീതിയിൽ ചൊല്ലി പഠിക്കണം. പിന്നെ ഓരോ ജോലിയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഓരോ കുട്ടികൾക്കും മൂകാഭിനയം നടത്തിയിട്ടും ക്ലാസ്സിൽ ഈ പദ്യം അവതരിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ആമുഖ ഭാഗത്ത് പറയുന്നത് പോലെ നടുകിൽ തിന്നിടാം എന്നാണ്. ഭക്ഷണം അന്യ സംസ്ഥാനത്ത് നിന്ന് അരി വാങ്ങി കഴിക്കാൻ നിൽക്കാതെ, പച്ചക്കറിയാൽ എന്ത് വാങ്ങി കഴിക്കാൻ നിൽക്കാതെ, നമ്മുടെ പ്രകൃതിയിൽ ചുറ്റുപാടിൽ നിന്നൊക്കെ തന്നെ കുറഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ അവിടെ തന്നെ പച്ചക്കറിയൊക്കെ കുറഞ്ഞത് ഉണ്ടാക്കിയിട്ട് കഴിയുന്നത്ര ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യണം? ഉപജീവനം കഴിക്കണം. നടുകിലെ നമുക്ക് എന്ത് സാധനവും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങളും കൂടി ഈ കവിതയിൽ ജോലി ചെയ്ത് ഉപജീവനം കഴിക്കണമെന്ന നല്ലൊരു പാഠം കുട്ടികളിലേക്ക് എത്തിക്കാൻ. എന്ത് ജോലിയായാലും അത് ചെയ്യുന്നത് യാതൊരുവിധ മാന്യതയ്ക്ക് കുറവ് വരുത്തുന്നതല്ല. എല്ലാ ജോലിയും നമ്മൾ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യാൻ മടിക്കുകയും അരുത്. പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഈ കവിതയിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞ്
ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നല്ല കമൻറ്റുകൾ ക്ലാസ്സിനുള്ള പോരായ്മകൾ നികത്തി മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.